CS എക്സിക്യൂട്ടീവ് മൊഡ്യൂൾ 1 കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പനി ലോയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അതിന്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, മീനിങ് ഓഫ് ദ ടേം ക്യാപിറ്റൽ. എന്താണ് ഈ ക്യാപിറ്റൽ? അപ്പോ ലേമൻ എന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ആസ് മണി വിച്ച് എ കമ്പനി ഹാസ് റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇറ്റ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി റേസ് ചെയ്യുന്ന പൈസേനെ പറയുന്നതാണ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റലിന് പല പല ഡെഫിനിഷൻസ് ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 എന്താണ് ഷെയറിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഷെയർ ആസ് പെർ സെക്ഷൻ 2 subsection 84. Share means a share in the share capital of a company and includes stock. അത് നമുക്ക് വളരെ നിസ്സാരമായിട്ടൊരു ഡെഫിനേഷൻ ആയിട്ട് തോന്നും, പക്ഷെ അതിന് വളരെ ഡെപ്തിലുള്ള അർത്ഥമുണ്ട്. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇത്രയുണ്ടെങ്കിൽ അത് എ എന്ന് പറഞ്ഞ ആളും ബി എന്ന് പറയുന്ന ആളും ഡിവൈഡ് ചെയ്തെടുത്തു ഈക്വലി 50% ആൻഡ് 50%. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ ഈ ഷെയറിന് പറയുന്നതാണ് ആ ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ. ഓക്കെ, ഈ ഷെയർ ക്യാപിറ്റൽ ടോട്ടലില് എക്കുള്ള ഈ ഭാഗത്തിന് പറയുന്നതാണ് ഷെയർ. ഓക്കെ, ഇപ്പൊ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കി. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ഓക്കെ, അതാണ് ഷെയറിന്റെ ഡെഫിനേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിയിലൊരു ഷെയർ ക്യാപിറ്റലിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോമിനൽ ക്യാപിറ്റൽ എന്നും ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നും കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഡെഫിനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമ്പനി സൈറ്റിൽ എന്തൊക്കെയാണ് ഇതിനെ പറയുന്നത്, പക്ഷെ അതിനെ കുറച്ചൊരു സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വരച്ച് കുറച്ച് ഈസി ആയിട്ട് നോക്കാം. ഓക്കെ, ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നും പറയാം, നോമിനൽ ക്യാപിറ്റൽ എന്നും പറയാം, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഫോർ എക്സാമ്പിൾ 10 lakh ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, 10 ലക്ഷം രൂപ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ കമ്പനിക്ക് അത്രയും എമൗണ്ട് വരെ ഷെയർ ഇഷ്യൂ ചെയ്യാം. അതില് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലില് കുറച്ച് ഭാഗം എങ്ങനെയാണ്, കമ്പനി ഇപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. അതിൽ കമ്പനി ഒരു 8 ലക്ഷം രൂപയ്ക്ക് ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്യും. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതൊരു 8 ലക്ഷം. ഓക്കെ, 8 ലക്ഷം ആയിരിക്കും. ഈ 10ന് മുകളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഈ ഇഷ്യൂ പബ്ലിക്കിന് മുകളിൽ ഇത്രയും ഷെയർ ഇഷ്യൂ ചെയ്തല്ലോ, അതില് കുറച്ച് ഭാഗം പബ്ലിക് പേയ്മെന്റ് തരും, മീൻസ് കോൾ മണി ആയിട്ട്. അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പൊ ഈ 8 ലക്ഷത്തില് ഒരു 5 ലക്ഷം ആയിരിക്കാം സബ്സ്ക്രൈബ് ചെയ്തത്. ഓക്കെ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഈ സബ്സ്ക്രൈബ് ചെയ്തതില് കമ്പനി ചിലപ്പോ ഒരു 3 ലക്ഷം ആയിരിക്കാം, ഇതിലും കുറച്ചായിരിക്കാം. ഇതായിരിക്കാം കമ്പനി കോൾഡ് അപ്പ് ചെയ്ത ഷെയർ, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയും കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിരിക്കുന്നത് 3 lakh ആയിരിക്കും. ആ 3 lakhല് ഫുൾ എമൗണ്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ചിലപ്പോ അതിലും കുറവായിരിക്കും. 2 lakh ഫുൾ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഷെയർ ഫോർ ഫ്യൂച്ചർ ആവാം, അങ്ങനെ സംഭവിക്കാം. അപ്പോ അതിനുശേഷമുള്ള ബാക്കി ക്യാപിറ്റൽ ആണ് ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ.
അപ്പോൾ ടോട്ടൽ എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ കമ്പനിക്ക് ഉണ്ട് 10 ലക്ഷം എന്ന് വിചാരിക്കാം നമ്മളുടെ എക്സാമ്പിളിൽ. അപ്പോൾ അതിന്റെ കുറവേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് മുകളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇത്രയും ടൈപ്പ് ഓഫ് ക്യാപിറ്റലിന്റെ പല ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഡെഫിനേഷൻസിൽ കൂടെ നമുക്കൊന്ന് പോവാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ സെക്ഷൻ 2, എല്ലാ ഡെഫിനേഷൻസും കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2-ലാണ് വരുന്നത്. ഓക്കെ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സച്ച് ക്യാപിറ്റൽ ആസ് ഓതറൈസ്ഡ് ബൈ മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി. ഇപ്പോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എത്ര ക്യാപിറ്റൽ വരെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ എക്സാമ്പിൾ 10 lakh. അതില് ഇഷ്യൂഡ് ക്യാപിറ്റൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 50, സച്ച് ക്യാപിറ്റൽ ആസ് എ കമ്പനി ഇഷ്യൂസ് ഫ്രം ടൈം ടു ടൈം ഫോർ സബ്സ്ക്രിപ്ഷൻ. പൈസ കിട്ടുന്നതിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മുടെ എക്സാമ്പിളിൽ 8 lakh. Subscribed capital, such part of capital which is for time being subscribed by members of the company. കമ്പനിയുടെ മെമ്പേഴ്സ് ഇത്രയും 8 ലക്ഷത്തിൽ ഒരു 5 ലക്ഷം ഞാൻ മേടിച്ചോളാം എന്ന് കമ്പനിയിലെ മെമ്പേഴ്സ് പറയും. അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അങ്ങനെ പറഞ്ഞതിന് ശേഷം കമ്പനി ഇത്രയും പൈസ ഞങ്ങൾക്ക് ഇപ്പൊ കോൾഡ് വാല്യൂ ആയിട്ട് തരണം എന്ന് പറയും. Such part of capital which has been called for payment, പൈസയ്ക്ക് വേണ്ടി കമ്പനി ചോദിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്നതാണ് സബ്സ്ക്രൈബ്ഡ് പാർട്ടിലെ ഈ ഒരു ചെറിയ പോർഷനെ പറയുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതിനുശേഷം ഈ കോൾഡ് അപ്പ് കമ്പനി ഇത്രയും പൈസ ചോദിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സ് മെമ്പേഴ്സ് തരുന്ന പേയ്മെന്റ്, ആ പൈസ കിട്ടുന്നതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Paid up capital, section 2 subsection 64, such aggregate amount of money credited as paid up as equivalent to amount received as paid up in respect of shares issued, and also include any amount credited to paid up in respect of shares of the company, but does not include any other amount received in respect of such shares by whatever name called. വേറെ ഏത് പേരിൽ തന്നാലും അത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആവില്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് വാല്യൂ ആയിട്ട് തന്നെ തരണം. ഓക്കെ. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണെന്നും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്നും പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് റെഫറൻസ് ടു എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ മീൻസ് ഓൾ ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ എന്താ? പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത എല്ലാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. പിന്നെ എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവർക്ക് പ്രിഫറൻസ് കിട്ടാണ്. എന്തിന്? പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിന് മുൻപ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പിന്നെ റീപേയ്മെന്റ് ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം പേയ്മെന്റ് കിട്ടുക. അവരുടെ ഷെയർസിന്റെ ഒരു പോർഷനാണ് അവർക്ക് കിട്ടുക. അതിനുശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കിട്ടുള്ളൂ. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻസിൽ പറയാം. താങ്ക് യു.